നോക്കാനുള്ളത് മധ്യപ്രദേശിലാണ്. അവിടെ ദലിത് യുവാവിന് നേരെയുണ്ടായ അതിക്രമത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മർദ്ദിച്ചവശനാക്കിയ ശേഷം മൂത്രം കുടിപ്പിച്ചുവെന്ന കേസിലാണ് ഇപ്പോൾ അറസ്റ്റ്. ഡ്രൈവർ ജോലി ഉപേക്ഷിച്ചതിലെ വൈരാഗ്യമാണ് അതിക്രമത്തിന് കാരണമെന്ന് പറയുന്നു. അരവിന്ദ് തുടരുന്നുണ്ട്. അരവിന്ദ്, എന്തിനാണ് ഈ യുവാവിനോട് ഇത്ര ക്രൂരമായി പെരുമാറിയത്? ആരെയൊക്കെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ജിൽസി സൈഫു 2 ദിവസങ്ങൾക്ക് മുമ്പാണ് മധ്യപ്രദേശിലെ ബിന്ദിൽ ഈ സംഭവം നടക്കുന്നത്. ദളിത് യുവാവിനെതിരെയാണ് വലിയ രീതിയിലുള്ള അതിക്രമം ഉണ്ടായിരിക്കുന്നത്. 3 പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. അറസ്റ്റിലായവർ സോനു ബറൂഹ, അലോക് ശർമ്മ, ചോട്ടു ഓജ എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോൾ ഉള്ളത്. ഇതിൽ സോനു ബറൂഹയുടെ ഡ്രൈവർ ആയിരുന്നു ഈ ദളിത് യുവാവ് എന്ന് പറയുന്നത്. ഈ ഡ്രൈവർ ജോലി ഈ ദളിത് യുവാവ് ഉപേക്ഷിക്കുകയും ആ ഉപേക്ഷിച്ചത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ യുവാവിനെ ഗോളിയാറിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി അവരെ ബിന്ദിലെത്തി വലിയ രീതിയിലുള്ള മർദ്ദനവും ഇതിനു പിന്നാലെ മൂത്രം കുടിപ്പിച്ചു എന്നുള്ള ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. നിലവിൽ ഈ ദളിത് യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരമായ പരിക്കുകൾ ഈ യുവാവിനുണ്ട്. കൂടുതൽ പരിശോധനകൾ നടത്തുന്നു എന്നതാണ് പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിഷയം. യുവാവുമായി ബന്ധപ്പെട്ട് ഈ രാസപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരം ആരോപണങ്ങൾ ശരിയാണോ എന്ന് കണ്ടെത്തുമെന്ന് തന്നെ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും മധ്യപ്രദേശിൽ സമാനമായ ഒരു സംഭവം നടന്നു. ഇത്തരത്തിൽ ദളിത് യുവാക്കൾക്കും അതുപോലെ തന്നെ ദളിത് വിഭാഗങ്ങൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ മധ്യപ്രദേശിൽ തുടരുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷം അടക്കം ആരോപിക്കുന്നത്. വലിയ പ്രതിഷേധം ഈ യുവാവിനെതിരെയുള്ള അതിക്രമത്തിൽ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെ സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന ഭരണകൂടം അടക്കം എത്തുകയും ഇതിന് പിന്നാലെയാണ് പോലീസ് ഈ വിഷയത്തിൽ ഒരു കേസെടുക്കുകയും 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയും ചെയ്തത്. നമ്മളറിയാം, കഴിഞ്ഞ വർഷങ്ങളിലും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ നടന്നിരുന്നു. ഇത്തരത്തിൽ ഒരു യുവാവിന് മേൽ, ദളിത് യുവാവിന് നേരെ അതിക്രമം നടക്കുകയും പിന്നീട് മധ്യപ്രദേശിലെ മന്ത്രി അടക്കം രംഗത്ത് വരികയും അദ്ദേഹത്തിന്റെ കാലുകൾ കഴുകിയ സംഭവം എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും അതിക്രമങ്ങൾ തുടരുന്ന കാഴ്ചകൾ തന്നെയാണ് മധ്യപ്രദേശിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. ബിന്ദിലാണ് ഏറ്റവും അവസാനമായി ഒരു ദളിത് യുവാവിന് നേരെ മർദ്ദനവും അതുപോലെ തന്നെ അദ്ദേഹത്തെ മൂത്രം കുടിപ്പിച്ചു എന്ന ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്.